ഹരി ഓം ഹരി ഓം ഹരി ഓം. നാരായണ. എല്ലാവർക്കും നമസ്കാരം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ദാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേതുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിര്യ ഇമാ പുരോ വിഭുഃ നിർമ്മായസേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലംകൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം. വാതാലയേശമനിശം ഹൃദി ഭാവയാമി വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം.
ശ്രീധന്വന്തരമൂർത്തയേ നമഃ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ ശ്രീഗുരുഭ്യോ നമഃ. ഗുരുവായൂരപ്പ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗാ പ്രവാഹത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഭാഗവതം സപ്തമസ്കന്ധം 13-ാം അധ്യായം സന്യാസധർമ്മം, അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 7-ാം ശ്ലോകം വരെ ഇന്നലെ പറഞ്ഞു, തുടർന്ന് പറയാനുണ്ട്. നമുക്ക് ആദ്യത്തെ ഒരു 26-ാം ശ്ലോകം വരെ വായിക്കാം. എന്നിട്ട് നോക്കിയിട്ട് പിന്നെ തുടരാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അത് ശ്രീമദ്ഭാഗവതേ സപ്തമസ്കന്ധേ 13-ോऽധ്യായഃ. നാരദ ഉവാച. കൽപസ്ത്വേവം പരിവ്രജ്യ ദേഹമാത്രാവശേഷിതഃ ഗ്രാമൈകരാത്ര വിധിനാ നിരവേക്ഷശ്ചരേന്മഹീം ബിഭ്രയാദ്യദ്യ സൗവാസഃ കൗപീനാച്ഛാദനം പരം ത്യക്തം ന ദണ്ഡലിംഗാദേഹേ അന്യത് കിഞ്ചിത് അനാപതി ഏക ഏവ ചരേത് ഭിക്ഷുഃ ആത്മാ രാമോ നപാശ്രയഃ സർവഭൂതസുഹൃത്ശാന്തോ നാരായണപരായണഃ പശ്യേതാത്മന്യതോ വിശ്വം പരേ സദസദോ വ്യയേ ആത്മാനം ച പരം ബ്രഹ്മ സർവത്ര സദസന്മയേ സുപ്തപ്രബോധയോ സന്തൗ ആത്മനോ ഗതിമാത്മദൃക് പശ്യൻ ബന്ധം ച മോക്ഷം ച മായാമാത്രം ന വസ്തുതഃ നാഭിനന്ദേ ധ്രുവം മൃത്യും അധ്രുവം വാസ്യ ജീവിതം കാലം പരം പ്രതീക്ഷേത ഭൂതാനാം പ്രഭവാപ്യയം നാസത്ശാസ്ത്രേഷു സജ്ജേത നോപജീവേത ജീവികാം വാദവാദാൻ ത്യജേത് തർക്കാൻ പക്ഷം കം ച ന സംശ്രയേത് ന ശിഷ്യാനനുബധ്നീത ഗ്രന്ഥാൻ നൈവാഭ്യസേത് ബഹൂൻ ന വ്യാഖ്യാമുപയുഞ്ജീത നാരംഭാൻ ആരഭേത് ക്വചിത് ന യതേരാശ്രമഃ പ്രായോ ധർമ്മഹേതുർമഹാത്മനഃ ശാന്തസ്യ സമചിത്തസ്യ ബിഭ്രയാദുദവാത്യജേത് അവ്യക്തലിംഗോ വ്യക്താർത്ഥോ മനീഷി ഉന്മത്തബാലവത് കവിർമൂകവദാത്മാനം സദൃഷ്ട്യാ ദർശയേ നൃണാം. അത്രാപ്യുദാഹരന്തീമം ഇതിഹാസം പുരാതനം പ്രഹ്ലാദസ്യ ച സംവാദം മുനിരാജകരസ്യ ച തം ശയാനം ദരോപസ്തേ കാവേര്യാം സഹ്യസാനുനി രജസ്വലൈസ്തനൂദേശൈർനിഗൂഢാമലതേജസം ദദർശ ലോകാൻ വിചരൻ ലോകതത്വവിവിൽസയാ വൃതോ അമാത്യൈ കതിപയൈഃ പ്രഹ്ലാദോ ഭഗവത്പ്രിയഃ. കർമ്മണാകൃതിഭിർവാചാലിംഗൈർവർണ്ണാശ്രമാദിഭിഃ ന വിദന്തി ജനായം വൈ സോസൗ ഇതി ന വേതി ച തം നത്വാഭ്യർച്ച്യ വിധിവത് പാദയോ ശിരസാ സ്പൃശൻ വിവിൽസുർ ഇദമപ്രാക്ഷീത് മഹാഭാഗവതോസുരഃ ബിഭർഷികായം പീവാനം സോദ്യമോ ഭോഗവാൻ യദാ വിത്തം ചൈവോദ്യമവതാം ഭോഗോ വിത്തവതാമിഹ ഭോഗിനാം ഖലു ദേഹോയം പീവാ ഭവതി നാന്യഥാ ന തേ ശയാനസ്യ നിരുദ്യമസ്യ ബ്രഹ്മന്നുഹാർത്തോ യത ഏവ ഭോഗഃ അഭോഗിനോയം തവ വിപ്രദേഹഃ പീവായതസ്തദ്വദന ക്ഷമം ചേത്. കവികൽപോ നിപുണദൃക് ചിത്രപ്രിയകഥഃ സമഃ ലോകസ്യ കുർവത കർമ്മ ശേഷേ തദ്വീക്ഷിതാപി വാ. നാരദ ഉവാച. സയിത്തം ദൈത്യപതിനാ പരിപൃഷ്ടോ മഹാമുനിഃ സ്മയമാനസ്തമഭ്യാഃ തദ്വാഗമൃതയന്ത്രിതഃ. ബ്രാഹ്മണ ഉവാച. വേദേദമസുരശ്രേഷ്ഠ ഭവാന്നനു ആര്യസമ്മതഃ ഈഹോ പരമയോർനൃണാം പദാനി അധ്യാത്മചക്ഷുഷ
യസ്യ നാരായണോ ദേവോ ഭഗവാൻ ഹൃദ്ഗതഃ സദാ ഭക്ത്യാ കേവലയാ ജ്ഞാനം ദുനോതി ദ്വാന്തമർക്കവത് അദാപി ബ്രൂമഹേ പ്രശ്നാൻ തവ രാജൻ യഥാ ശ്രുതം സംഭാവനീയോ ഹി ഭവാൻ ആത്മനഃ ശുദ്ധിമിച്ഛതാം തൃഷ്ണയാ ഭവവാഹിന്യാ യോഗ്യൈ കാമൈരപൂരയ കർമാണി കാര്യമാണോഹം നാനായോനിഷു യോജിതഃ യദൃച്ഛയാ ലോകമിമം പ്രാപിതഃ കർമ്മഭിർഭ്രമൻ സ്വർഗാപവർഗയോർദ്വാരം തിരശ്ചാം പുനരസ്യ ച അത്രാപി ദമ്പതീനാം ച സുഖായ അന്യാപനുത്തയേ കർമാണി കുർവതാം ദൃഷ്ട്വാ നിവൃത്തോസ്മി വിപര്യം സുഖം അസ്യാത്മനോ രൂപം സർവേഹോപരതി സ്തനുഃ മനഃസംസ്പർശജാൻ ദൃഷ്ട്വാ ഭോഗാൻ സ്വപ്സ്യാമി സംവിശൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗ സപ്തമസ്കന്ധത്തിലെ 13-ാം അധ്യായം. വർണ്ണാശ്രമധർമ്മങ്ങളിൽ യതിധർമ്മം അല്ലെങ്കിൽ സന്യാസധർമ്മം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ആദ്യത്തെ ഒരു 7 ശ്ലോകങ്ങൾ സാമാന്യമായിട്ട് നമ്മൾ കണ്ടു. ഇനി തുടർന്ന് ഇന്ന് കാണണം. ഇപ്പോൾ ഇന്നലെ 5 മുതൽ 7 വരെയുള്ള 3 ശ്ലോകങ്ങളാണ് കണ്ട്. വളരെ ഗഹനങ്ങളായിട്ടുള്ള വിഷയങ്ങളാണ്. സുപ്തപ്രബോധയോഹോ സന്ധൗ ആത്മനോ ഗതിം ആത്മദൃക് പശ്യൻ ബന്ധം ച മോക്ഷം ച മായാമാത്രം ന വസ്തുതഃ. അപ്പോൾ സുപ്തി അഥവാ സുഷുപ്തി, പ്രബോധം അഥവാ ജാഗ്രത്, ഇത് രണ്ടിൻ്റെയും സന്ധികളിൽ ആത്മാവിൻ്റെ ഗതിയെക്കുറിച്ച് ദർശിക്കുന്നവനായിട്ട്, ആത്മസ്വരൂപ ചിന്ത ചെയ്യുന്നവനായിട്ട് ഇരിക്കണം. എന്നുവെച്ചാൽ ഉഷസന്ധ്യയിലും സായം സന്ധ്യയ്ക്ക് രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിട്ടും നല്ലതുപോലെ ആത്മവിചാരം ചെയ്ത് ഉറപ്പിച്ച് ജാഗ്രതയിലേക്ക് പ്രവേശിക്കുമ്പോഴും സുഷുപ്തിയിലേക്ക് പ്രവേശിക്കുമ്പോഴും അഹം ബ്രഹ്മാസ്മി എന്ന ബോധം ഉറപ്പിക്കാനാണ് ഈ അഭ്യാസം പറഞ്ഞിരിക്കുന്നത്. ഒരു സന്യാസി അനുസന്ധാനം ചെയ്യുന്നതും ഇതുതന്നെയാണ്. അഹം ബ്രഹ്മാസ്മി, അഹം ബ്രഹ്മാസ്മി എന്ന മഹാമന്ത്രത്തെ അനുസന്ധാനം ചെയ്യുന്നു. സോഹം 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 എന്നാണ് ഒരു സന്യാസി ജപിക്കേണ്ടതായിട്ടുള്ള മന്ത്രം. സോഹം എന്ന് പറഞ്ഞാൽ സഹ അഹം, സഹ അഹം. ഇവിടെ സഹ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് തത്പദം കൊണ്ട് ഉദ്ദേശിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ പരമകാരണമായ പരബ്രഹ്മം. ആ പരബ്രഹ്മം തന്നെയാണ് ഞാൻ. സഹ അഹം, സഹ അഹം, തത് അഹമസ്മി. ഗുരു പറഞ്ഞു തത് ത്വം അസി എന്ന്. ഗുരു ഉപദേശിച്ച തത്വമസി മഹാവാക്യത്തിൻ്റെ വേണ്ട പോലെ വിചാരം ചെയ്ത് അതിൻ്റെ ലക്ഷ്യാർത്ഥം വേണ്ടതുപോലെ ഉറപ്പിച്ച് അതിനെ അനുസന്ധാനം ചെയ്യുകയാണ്. സോഹം സോഹം സോഹം. ന ദേഹോഹം ന മനഃ ന ചിത്തഃ ന അഹങ്കാരഃ ന ഇന്ദ്രിയാണി. ഇങ്ങനെ താനല്ലാത്ത അനാത്മവസ്തുക്കളെ
ത്യജിച്ച് അല്ലെങ്കിൽ അതിനെ നീക്കി സ്വരൂപത്തിലേക്ക് നിരന്തരമായിട്ട് ആഴത്തിലേക്ക് ഇറങ്ങുക, അവനവനിലേക്ക് ഇരിക്കുക. ഇതാണ് ഒരു സന്യാസി ചെയ്യേണ്ടത്. ഇനി ഈ ഒരു ശ്ലോകത്തെ വേണമെങ്കിൽ മറ്റൊരു രീതിയിലും വ്യാഖ്യാനിക്കാം. സുപ്തപ്രബോധയോ സന്തൗ എന്നുള്ളതിന് നമ്മുടെ അവസ്ഥകൾക്ക് ഇടയിലുള്ളതായിട്ടുള്ള ജാഗ്രതും സ്വപ്നവുമാകുന്ന അവസ്ഥകൾക്കിടയിൽ തുരീയൻ എന്നുള്ളതായിട്ടുള്ള ആ ഒരു മൂന്നവസ്ഥകൾക്കും അതീതനായിരിക്കുന്ന ആ ആത്മസ്വരൂപത്തെ ദർശിക്കുന്നവനായിട്ട് എന്നും. അത് അപ്പോൾ ഏത് സമയത്തും സ്വപ്നത്തിൽ നിന്ന് ജാഗ്രതത്തിലേക്ക് കിടക്കുമ്പോഴും ജാഗ്രതത്തിൽ നിന്ന് സ്വപ്നത്തിലേക്ക് കിടക്കുമ്പോഴും അതിൻ്റെ ഇടയിൽ ഉള്ളതായിട്ടുള്ള രണ്ടവസ്ഥകൾക്ക് ഇടയിൽ പ്രതിബോധ വിദിതം മതം എന്ന് ഉപനിഷത്ത് പറയുന്ന ഓരോ ബോധത്തിലും അടിയിലും ഇടയിലും എല്ലാ ചിത്തവൃത്തികൾക്കും ആധാരഭൂതമായിരിക്കുന്ന എല്ലാറ്റിൻ്റെയും അടിത്തട്ടിലേക്ക്, എല്ലാറ്റിനും മൂന്നവസ്ഥകൾക്കും സാക്ഷിയായിരിക്കുന്ന അവസ്ഥാത്രയ സാക്ഷിയിലേക്ക് മനസ്സിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിനെ വിചാരം ചെയ്തുകൊണ്ട് ഈ മൂന്നവസ്ഥകൾക്കും അപ്പുറത്തുള്ള തൻ്റെ സ്വരൂപത്തെക്കുറിച്ച്, അവസ്ഥാത്രയ സാക്ഷിയായിരിക്കുന്ന തൻ്റെ സ്വരൂപത്തെക്കുറിച്ച് വിചാരം ചെയ്ത് ഉറപ്പിക്കുക എന്നും അതിന് ഈ ഒരു ശ്ലോകത്തിന് അർത്ഥം പറയാം. അത് കൂടുതൽ ക്ലേശം ഉള്ളതായതുകൊണ്ടാണ് എളുപ്പത്തിൽ ഇന്നലെ അങ്ങനെ പറഞ്ഞത്. സന്ധ്യാവേളകളിൽ ആത്മവിചാരം ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ അതിനെ എടുത്തത്. ഇനി മോക്ഷവും ബന്ധവും മായാമാത്രമാണ്, വസ്തുതയല്ല എന്നും വിചാരം ചെയ്യണം. ബന്ധം എന്നുള്ളത് അജ്ഞാനം കൊണ്ട് കൽപ്പിതമാണ്. അത് ജ്ഞാനം കൊണ്ട് നിരസിക്കപ്പെടുന്നു. അല്ലാതെ ഭൗതികമായിട്ടുള്ളൊരു ബന്ധം അല്ല ഇവിടുത്തെ ബന്ധം. ആരും നമ്മളെ കയറുകൊണ്ടോ ചങ്ങല കൊണ്ടോ കാരാഗ്രഹത്തിലോ ഒന്നും ബന്ധിച്ചിട്ടില്ല. നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നമ്മളെ ഈ ഉപാധികളിലേക്ക് ചെറുതാക്കിയിരിക്കുകയാണ്. ശരീര മനോബുദ്ധികളിലേക്ക് നമ്മൾ തന്നെ നമ്മളെ ചുരുക്കി ഞാനിതാണ് എന്ന് തെറ്റിദ്ധരിച്ചു വച്ചിരിക്കുന്നതാണ്. ഞാനിതല്ല, എൻ്റെ സ്വരൂപം അനന്തമായിരിക്കുന്ന സച്ചിദാനന്ദമാണ്, ആത്മസ്വരൂപമാണ്, ബ്രഹ്മമാണ് എന്ന് വിചാരം ചെയ്ത് ആ ഒരു സ്വന്തം സ്വരൂപത്തിലേക്ക്, വലുപ്പത്തിലേക്ക് ഉണരുകയാണ്. ആ ഒരു ബോധം നിലനിർത്തുകയാണ് ഒരു യതി ചെയ്യേണ്ടത്. തുടർന്ന് പറഞ്ഞു, മൃത്യു ധ്രുവമാണ്, അതിനെ അഭിനന്ദിക്കേണ്ടതില്ല. ജീവിതവും അധ്രുവമാണ്, അതിനെയും അഭിനന്ദിക്കേണ്ടതില്ല. അധ്രുവമായ ജീവിതത്തിന്റെ പുറകിലും പോകേണ്ടതില്ല. ധ്രുവമായ മൃത്യുവിനെക്കുറിച്ചും നമ്മൾ കാര്യമാക്കേണ്ടതില്ല. കാരണം രണ്ടും അസത് വസ്തുക്കൾക്കുള്ളതാണ്. അസത്തായ ദേഹാദികൾക്കാണ് ഈ ധ്രുവമായ മൃത്യു. ജീവിതവും ഈ അസത്തിലുള്ള കളികളാണ്, മായയിലുള്ള കളികളാണ്. ഇതെല്ലാം കാലത്തിൽ ഉണ്ടായതാണ്, കാലത്തിൽ നശിക്കുന്നതാണ്. അപ്പൊ കാലമാണ് പരം, പ്രഭവാപ്യയം. ഭൂതാനാം പ്രഭവാപ്യയം പരം കാലം. ഭൂതങ്ങൾക്ക് പ്രഭവവും അപ്യയവും ഏതൊരു കാലത്തിലാണോ ആ കാലത്തെ കാണുക. പ്രതീക്ഷേത. എല്ലാറ്റിലും കാലത്തിന്റെ ഒരു എന്താ പറയുക, കാലത്തിന്റെ ടച്ച്, കാലത്തിന്റെ സ്പർശം എല്ലായിടത്തും വീക്ഷിക്കുക. അതാണ് പ്രതീക്ഷേത. സൂക്ഷിച്ചു നോക്കുക, നന്നായി വിചാരം ചെയ്യുക. എല്ലായിടത്തും കാലത്തിന്റെ സ്പർശമുണ്ട്. കാലം സ്പർശിക്കാത്തതായിട്ടിവിടെ ഒന്നുമില്ല. ആ കാലത്തിലാണ് ഈ കാണുന്ന ഭൂതങ്ങളെല്ലാം ഉണ്ടായത്. കാലത്തിൽ തന്നെ അത് പരിണമിച്ചുകൊണ്ടേയിരിക്കുന്നു. കാലത്തിൽ തന്നെ അത് കാണാതെയും ആകും. അപ്പൊ ആ കാലത്തെ
ബഹുമാനിക്കുക. അകാലവും ഭഗവാന്റെ ഒരു വിഭൂതിയാണ്, മായ പോലെ. അതിനെ ബഹുമാനിക്കുക എന്ന് മാത്രം. അസത്ശാസ്ത്രേഷു സജ്ജേത നോപജീവേത ജീവികാം വാദവാദാൻ ത്യജേത്തർക്കാൻ പക്ഷം കഞ്ചന സംശ്രയേത്. ആധ്യാത്മിക ശാസ്ത്രങ്ങളല്ലാത്ത ഭൗതിക വിഷയങ്ങളെ സംബന്ധിച്ചതായിട്ടുള്ള ശാസ്ത്രങ്ങളിലൊന്നും ആസക്തിയില്ലാതിരിക്കുക. ഉപജീവനത്തിനായിക്കൊണ്ട് അധ്യാത്മശാസ്ത്രങ്ങളെ പോലും ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ അനാവശ്യമായിട്ടുള്ള വാദങ്ങൾ എല്ലാവരുമായിട്ടും ഉപേക്ഷിക്കുക, തർക്കങ്ങൾ ഉപേക്ഷിക്കുക, ഒരു പക്ഷത്തെയും ആശ്രയിക്കാതിരിക്കുക, പക്ഷപാതമില്ലാതിരിക്കുക, സത്യസ്മരണയോടെ ഇരിക്കുക. ഇതുവരെയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. തുടർന്ന് നമുക്ക് 8-ാം ശ്ലോകം മുതൽ കാണാം. ന ശിഷ്യാൻ അനുബധ്നീത ഗ്രന്ഥാൻ നൈവാഭ്യസേത് ബഹൂൻ ന വ്യാഖ്യാമുപയുഞ്ജീത നാരംഭാൻ ആരഭേത് ക്വചിത്. ന ശിഷ്യാൻ അനുബധ്നീത ഗ്രന്ഥാൻ നൈവാഭ്യസേത് ബഹൂൻ ന വ്യാഖ്യാമുപയുഞ്ജീത നാരംഭാൻ ആരഭേത് ക്വചിത്. 4 കാര്യങ്ങളാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ന ശിഷ്യാൻ അനുബധ്നീത. ശിഷ്യന്മാരെ, തനിക്ക് എന്താ പറയുക, അനന്തരാവകാശികളെ, അല്ലെങ്കിൽ തനിക്ക് തൻ്റെ യശസ്സിനെ നിലനിർത്താനായിക്കൊണ്ട് യോഗ്യന്മാരായിട്ടുള്ള ശിഷ്യന്മാരെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളൊന്നും വേണ്ട. ന അനുബധ്നീത. സമ്പാദിക്കരുത്. ശിഷ്യന്മാരുമായിട്ട് കൂടുതൽ ബന്ധം അരുത് എന്നാണ്. ഒരു സന്യാസി ശിഷ്യന്മാരുമായിട്ട് കൂടുതൽ അനുബന്ധം, അവരുടെ പുറകെ നടക്കരുത്, അല്ലെങ്കിൽ അവർ നമ്മുടെ പുറകെ എപ്പോഴും നടക്കരുത്. കാര്യം കഴിഞ്ഞാൽ അവരെ ഉപേക്ഷിക്കണം. അവർക്കെന്തെങ്കിലും സംശയമുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളോട് പഠിക്കാനായിക്കൊണ്ട് വന്നു, അത് കഴിഞ്ഞു, അവരെ സ്വതന്ത്രരാക്കി വിടണം. അവരെ അടിമകളാക്കി വെക്കുന്നതല്ല ഒരു സന്യാസിയുടെ ധർമ്മം, അതുപോലെ തന്നെ ഒരു ആചാര്യന്റെ ധർമ്മവും. തൻ്റെ അടുത്തേക്ക് തന്നെ ഗുരുവായി വിശ്വസിച്ച് ശ്രദ്ധാഭക്തിയോടെ ആത്മജ്ഞാനം നേടാൻ വേണ്ടി ഒരു മാർഗദർശിയായി തന്നെ ഗുരുവായി സ്വീകരിച്ച് ഒരാൾ വരുമ്പോൾ അവർക്ക് വഴികാട്ടിക്കൊടുക്കാം. താൻ സഞ്ചരിച്ച അതേ വഴിയിലൂടെ അവർക്കും വഴി പറഞ്ഞു കൊടുക്കാം. അത് അങ്ങനെ തന്നെയാണ് ഈ പരമ്പര ലോകത്തിൽ നിലനിന്നത്. അതിപ്പോ മുക്തന്മാരായിട്ടുള്ള ജ്ഞാനികളായിട്ടുള്ള സന്യാസിമാർക്കും ആവാം. അതുകൊണ്ടാണ് വേദം തന്നെ പറഞ്ഞത്, ഈ ഗുരുക്കന്മാരെ സമീപിക്കുമ്പോൾ ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം എന്ന് പറഞ്ഞിട്ടുണ്ട്. ബ്രഹ്മനിഷ്ഠനായ ഗുരുവിനെ സമീപിക്കണം. അപ്പോ ബ്രഹ്മനിഷ്ഠന്മാര് ഞാൻ ശിഷ്യന്മാരെ ഒന്നും അനുഗ്രഹിക്കില്ല, സ്വീകരിക്കില്ല, ആർക്കൊന്നും പറഞ്ഞു കൊടുക്കില്ല എന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞാൽ അപ്പൊ ഇവരെവിടെ പോവും? വഴിയറിയാതെ സംസാര സാഗരത്തിൽ കിടന്ന് അലയുകയില്ലേ? അപ്പൊ അതുകൊണ്ടാണ് ശാസ്ത്രങ്ങൾ, വേദങ്ങൾ എങ്ങനെയുള്ള ഗുരുക്കന്മാരെ സമീപിക്കണം. തദ്വിജ്ഞാനാർത്ഥം സ ഗുരുമേവാഭിഗച്ഛേത് സമിപ്പാണിഹി ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം. ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായിരിക്കുന്ന ഒരു ഗുരുവിനെ സമീപിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബ്രഹ്മനിഷ്ഠന്മാരായിട്ടുള്ള ശ്രോത്രിയന്മാരായിട്ടുള്ള ഗുരുക്കന്മാർക്ക് അതാവാം. എന്തിനു വേണ്ടി? തന്നെ ശരണം പ്രാപിച്ചിരിക്കുന്ന ഒരു ജീവനെ ഈശ്വരനിലേക്ക് ചേർത്ത് വയ്ക്കാൻ, അനുഗ്രഹിക്കാൻ, കരകയറ്റാൻ. ആ ഒരു കാരുണ്യം കൊണ്ട്, ആ ഒരു കാരുണ്യം ഉണ്ടായിരിക്കണം മഹാത്മാക്കൾക്ക്. അതവരുടെ സ്വഭാവമാണ്. അയം സ്വഭാവ സ്വതയേവ യത് പര.
വിവേക ചൂടാമണിയിൽ ആചാര്യ ഭഗവത്പാദർ പറയും, പരന്റെ ക്ലേശത്തെ നീക്കിക്കൊടുക്കുക എന്നുള്ളത് മഹാത്മാക്കളുടെ സ്വഭാവമാണ്. അയം സ്വഭാവ സ്വതയേവ, സ്വതവേയുള്ള സ്വഭാവമാണ് പരന്റെ ക്ലേശങ്ങളെ നീക്കിക്കൊടുക്കുന്നത്. വസന്ത ഋതുവിനെ പോലെ, മന്ദമാരുതനെ പോലെ ലോകത്തിനെ അനുഗ്രഹിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള മഹാത്മാക്കൾ സഞ്ചരിക്കുന്നു. വസന്തവ ലോകഹിതം ചരന്ത, വസന്ത ഋതുവിനെ പോലെ ലോകഹിതം പ്രവർത്തിക്കുന്നവരാണ് ഇങ്ങനെയുള്ള മഹാത്മാക്കൾ. അങ്ങനെയുള്ള മഹാത്മാക്കളെ സമീപിച്ച് നമ്മുടെ അജ്ഞാനത്തെ നീക്കാനായിക്കൊണ്ട് പരിശ്രമിക്കേണ്ടതാണ് എന്ന് ശിഷ്യഗണങ്ങളോട് അല്ലെങ്കിൽ ജിജ്ഞാസുക്കളോട് ആചാര്യന്മാർ പറഞ്ഞു വച്ചിരിക്കുന്നു. ഗുരുക്കന്മാരെ സമീപിച്ച് അവരെ എങ്ങനെയാണ് ബഹുമാനിച്ചുകൊണ്ട് അവരോട് ചോദ്യം ചെയ്യേണ്ടത്? സ്വാമിൻ നമസ്തേ നതലോകബന്ധോ കാരുണ്യസിന്ധോ പതിതം ഭവാബ്ധൗ മാമുദ്ധരാത്മീയ കടാക്ഷദൃഷ്ട്യാ ഋജ്വാദി കാരുണ്യസുധാഭിവൃഷ്ട്യാ കഥം തരേയം ഭവസിന്ധുമേതം കാവാ ഗതിർമേ കഥമോസ്ത്യുപായ. ഇങ്ങനെയൊക്കെ ചെന്ന് ചോദ്യം ചെയ്യണം. സ്വാമിയെ ചെന്ന് നമസ്കരിച്ച്, ഗുരുവിനെ ചെന്ന് നമസ്കരിച്ച്, സ്വാമിൻ നമസ്തേ നതലോക ബന്ധോ, നമസ്കരിക്കുന്നവർക്ക് ബന്ധുവായിരിക്കുന്നവനെ, കാരുണ്യസിന്ധോ, കരുണാസിന്ധുവായിരിക്കുന്നവനെ, പതിതം ഭവാബ്ധൗ മാം ഉദ്ധര ആത്മീയ കടാക്ഷദൃഷ്ട്യാ, സംസാരസാഗരത്തിൽ പതിച്ചിരിക്കുന്നതായിട്ടുള്ള എന്നെ അങ്ങയുടെ കടാക്ഷദൃഷ്ടി കൊണ്ട് ഉദ്ധരിച്ചാലും, ഋജ്വാ അതികാരുണ്യസുധാഭിവൃഷ്ട്യാ, ഋജുവായിരിക്കുന്ന എൻ്റെ നേർക്കുള്ളതായിട്ടുള്ള യാതൊരു തരത്തിലുള്ള കാപട്യവുമില്ലാത്ത നിഷ്കളങ്കമായിട്ടുള്ള കരുണ നിറഞ്ഞതായിട്ടുള്ള ആ കരുണാപ്രവാഹം കൊണ്ട്, കാരുണ്യസുധ അഭിവൃഷ്ട്യ, കരുണാരസമാകുന്ന അമൃതത്തെ എൻ്റെ നേർക്ക് വർഷിച്ചുകൊണ്ട് എന്നെ ഒന്ന് നോക്കിയാലും, കഥം തരേയം ഭവസിന്ധുമേതം, ഈ ഭവസിന്ധുവിനെ, ഈ സംസാരസാഗരത്തെ അഹം കഥം തരേയം, ഞാൻ എങ്ങനെ തരണം ചെയ്യും? കാവാ ഗതിർമേ കഥമോസ്ത്യുപായ, എനിക്ക് എന്താവും എൻ്റെ ഗതി? എനിക്ക് ഏതെങ്കിലും ഉപായമുണ്ടോ? ഇവിടുന്ന് രക്ഷപ്പെടാൻ വല്ല വഴിയുമുണ്ടോ? എന്നൊക്കെ ആ ഗുരുവിനെ ചെന്ന് നമസ്കരിച്ച് പ്രണിപത്യ പരിപ്രശ്നേന എന്നൊക്കെ ഗീതയിലും ഭഗവാൻ പറയുന്നത്. തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷ്യന്തി തേ ജ്ഞാനം ജ്ഞാനിനഃ തത്വദർശിനഃ. അപ്പൊ തത്വദർശികളാണ്, ജ്ഞാനികളാണ്, ശരിയായ ലക്ഷ്യം പ്രാപിച്ചവരാണ്, വഴി കാണിക്കാൻ നല്ല എക്സ്പീരിയൻസ് ഉള്ളവർ. അല്ലാതെ ഇരുട്ടത്ത് തപ്പുന്ന ആളുകളെ സമീപിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അന്ധേനൈവ നീയമാനായ ദാന്താഹ എന്ന ഉപനിഷത്ത് അങ്ങനെയുള്ളവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. പൊട്ടക്കണ്ണന്മാരാൽ നയിക്കപ്പെടുന്ന പൊട്ടക്കണ്ണന്മാരെ പോലെ. അപ്പൊ കണ്ണു തുറന്ന് കണ്ടവര്, ലക്ഷ്യത്തെ പ്രാപിച്ചവര്, സത്യത്തെ ഉണർന്നവര്, ബ്രഹ്മനിഷ്ഠന്മാരായിട്ടുള്ള ഗുരുക്കന്മാര് തങ്ങളെ സമീപിക്കുന്ന ശിഷ്യന്മാരെ തീർത്തും ഉപേക്ഷിക്കരുത്, അവഗണിക്കരുത്. എന്നാലോ മനസ്സുകൊണ്ട് ഒരു സംഘവും ഉണ്ടാവരുത്. അതാണ് അതിന്റെ തത്വം. അല്ലാതെ ശിഷ്യന്മാർക്ക് വഴി കാണിച്ചു കൊടുക്കരുത്, അല്ലെങ്കിൽ ഉപദേശിക്കരുത്, ശാസ്ത്രം പറഞ്ഞു കൊടുക്കരുത് എന്നല്ല. ഇവൻ എന്റെ ശിഷ്യൻ എന്നുള്ള മമതയില്ലാതിരിക്കുക. ഈ ശിഷ്യൻ എന്താ പറയുക, എന്റെ യശസ്സിനെ വളർത്തും, അല്ലെങ്കിൽ എനിക്ക് സുരക്ഷിതത്വം നൽകും, എനിക്ക് വയ്യാതെ കിടക്കുമ്പോൾ എന്നെ ശുശ്രൂഷിക്കാൻ ഇവിടെ ഉണ്ടാവും. ഇങ്ങനെയുള്ള മിഥ്യാധാരണകളൊന്നും വെച്ച് പുലർത്താതിരിക്കുക. ഇതൊന്നും ഒരു ഗുരുക്കന്മാർക്കും ഭൂഷണമല്ല, ആവശ്യമില്ല. പലരും വരും പോകും. അവർക്ക് വന്ന കാര്യം കഴിഞ്ഞാൽ ഓരോരുത്തരും അവരവരുടെ കാര്യം നോക്കി പോകണം, പോയിക്കൊണ്ടിരിക്കണം. ഇതൊരു പ്രവാഹമാണ്. ശിഷ്യഗണങ്ങൾ വരും, വിദ്യ അഭ്യസിക്കും, അവർക്ക് വേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ അവർ കടന്നു പോകും. അപ്പൊ അവരോട് യാതൊരു തരത്തിലുള്ളതായിട്ട് സംഘവും ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് ശിഷ്യാൻ അനുബദ്ധിനീത എന്ന് പറയുന്നതിന്റെ അർത്ഥം. അവരുമായി അനുബന്ധം
ഉണ്ടാവാതിരിക്കുക, അവരുടെ പുറകെ പോകാതിരിക്കുക. ഒരു മഹാത്മാവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഇഫ് യു ഹാവ് മോർ ഫോളോവേഴ്സ് യു വിൽ ഫോൾ ലോവർ ആൻഡ് ലോവർ. ഉള്ളിലൊരു മന്ത്രം പോലെ ഓർമ്മ വയ്ക്കണം. ഇഫ് യു ഹാവ് മോർ ഫോളോവേഴ്സ് യു വിൽ ഫോൾ ലോവർ ആൻഡ് ലോവർ. വളരെ എന്താ പറയുക, പ്രാസം ഒപ്പിച്ചുകൊണ്ട് മഹാത്മാവ് പറഞ്ഞതാണ്. വസിഷ്ഠ ഗുഹയിലെ പുരുഷോത്തമാനന്ദ സ്വാമികളുടെ ഒരു ശിഷ്യനായിട്ടുള്ളൊരു സ്വാമിജി വസിഷ്ഠ ഗുഹയിൽ ചെന്നപ്പോൾ അവിടെ നിന്ന് പറഞ്ഞതാണ്. എന്താ അദ്ദേഹത്തിൻ്റെ പേര് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. ആത്മാനന്ദപുരിയോ എന്തോ ഒരു പുരിയോ, ആത്മാനന്ദ എന്ന് വരും, ആത്മാനന്ദപുരി പോലെ ഒരു പേര്. അപ്പോൾ വളരെ മഹാനായിട്ടുള്ള അദ്ദേഹം, വളരെ വിരക്തനായിട്ടുള്ള ആളാണ്. പുരുഷോത്തമാനന്ദ സ്വാമിജിയെ നേരിൽ കാണുകയും അദ്ദേഹത്തിൽ നിന്ന് ഉപദേശങ്ങൾ സ്വീകരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു മഹാത്മാവ്. ഇഫ് യു ഹാവ് മോർ ഫോളോവേഴ്സ് യു വിൽ ഫോൾ ലോവർ ആൻഡ് ലോവർ. ഫോളോവർ എന്നുള്ളതിന് ഫാൾ ലോവർ, ഫാൾ ലോവർ. ഫോളോവർ മീൻസ് ഫാൾ ലോവർ. ഇത് ഓർമ്മ വയ്ക്കുക. എല്ലാവർക്കും ബാധകമാണ്, എല്ലാവർക്കും. അപ്പോൾ ഫോളോവേഴ്സിന്റെ പുറകെ ആശ്രയിച്ച് പോകാതിരിക്കുക. അതാണ് ശിഷ്യാൻ അനുബദ്ധ്നീത ഗ്രന്ഥാൻ നൈവ അഭ്യസേത് ബഹൂൻ. ഗ്രന്ഥാൻ ബഹൂൻ ഗ്രന്ഥാൻ നൈവ അഭ്യസേത്. അനേക ഗ്രന്ഥങ്ങളെയൊന്നും എപ്പോഴും അഭ്യസിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യം ഇല്ല. എല്ലാ ഗ്രന്ഥങ്ങളും ശബ്ദജാലം മഹാരണ്യം ചിത്തഭ്രമണ കാരണം എന്ന് ശങ്കരാചാര്യ വിവേക ചൂടാമണിയിൽ പറയും. എല്ലാം കൂടി നമ്മൾ തലയിൽ കയറ്റി അതിലെ തർക്കങ്ങളും എന്താ പൂർവപക്ഷം സിദ്ധാന്തപക്ഷം എന്നൊക്കെ പറഞ്ഞിങ്ങനെ അതിനെക്കുറിച്ച് ഇങ്ങനെ തലപുണ്ണാക്കേണ്ട കാര്യമൊന്നുമില്ല. അതിൽ നിന്ന് എന്താണ് ഗ്രഹിക്കേണ്ടത് അത് മാത്രം ഗ്രഹിക്കുക. അനേക ശാസ്ത്രം ബഹുവേദിതവ്യം അല്പശ്ച കാലഃ ബഹവശ്ച വിഘ്നാഃ. അനേക ശാസ്ത്രങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തിൽ അറിയാനുണ്ട്. എന്നാൽ നമുക്ക് കിട്ടിയിട്ടുള്ള ആയുസ് വളരെ ലിമിറ്റഡ് ആണ്. അനേക വിഘ്നങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? ഈ ശാസ്ത്രങ്ങളിലൊക്കെ സാരമായിട്ടുള്ള നമുക്ക് പ്രയോജനമുള്ളതായിട്ടുള്ള കാര്യങ്ങളെ മാത്രം നമ്മൾ പിഴിഞ്ഞു കുടിക്കുക. എന്നിട്ട് ആ ചണ്ടിയൊക്കെ ഉപേക്ഷിക്കുക. എങ്ങനെയാണോ കരിമ്പിൽ നിന്ന് അതിൻ്റെ ജ്യൂസ് എടുത്ത് ബാക്കി ചണ്ടി മുഴുവൻ വലിച്ചെറിയുന്നത്, അതുപോലെ ഈ ശാസ്ത്രങ്ങളുടെ വാക്കുകളെയൊക്കെ നമ്മൾ ഉപേക്ഷിക്കുക. അതിൻ്റെ സാരത്തെ ഉള്ളിലേക്ക് ഗ്രഹിക്കുക. വണ്ടുകൾ തേനീച്ചകളൊക്കെ തേൻ കുടിക്കും പോലെ ഈ ശാസ്ത്രത്തിൽ നിന്ന് കുടിക്കേണ്ടത് അതിൻ്റെ സാരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ശ്ലോകങ്ങൾ ബൈഹാർട്ട് പഠിച്ചില്ല, മന്ത്രങ്ങളൊന്നും എനിക്കറിയില്ല, അതൊന്നും എനിക്ക് കോട്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും ഓർമ്മ വരുന്നില്ല, ഒരു പ്രശ്നമില്ല. നിങ്ങളുടെ എന്താ പറയുക, വിക്രമാദിത്യ സദസ്സിലോ അല്ലെങ്കിൽ സാമൂതിരിയുടെ സദസ്സിലോ പോയിട്ട് രേവതി പട്ടത്താനം അല്ലെങ്കിൽ അതുപോലെയുള്ളതായിട്ടുള്ള നവരത്ന പദവി, ഇങ്ങനെ എന്തെങ്കിലും പണ്ഡിതന്മാരുടെ പദവിക്ക് വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നതെങ്കിൽ ഇതൊക്കെ ആവശ്യമുണ്ട്. ഇവിടെ ആത്മജ്ഞാനം നേടാനായിക്കൊണ്ട് ഈ ശ്ലോകങ്ങൾ ബൈഹാർട്ട് പഠിക്കുകയോ മന്ത്രങ്ങൾ കാണാതെ ചൊല്ലുകയോ ഒന്നും ആവശ്യമില്ല. അതിൽ നിന്ന് സാരമായിട്ടുള്ള കാര്യം മാത്രം ഊറ്റിയെടുത്താൽ മതി. മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് നമ്മളൊക്കെ പലതും കാണാതെ പഠിക്കുന്നത്. മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി, മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി, എളുപ്പത്തിന് വേണ്ടി. നമ്മൾ കുറേ ആശയം പറയുന്നതിന് പകരം ഒരു സൂത്രവാക്യം പറഞ്ഞാൽ മതി, എളുപ്പത്തിലായി കാര്യം. ആ സൂത്രവാക്യം ഓർമ്മയിൽ വെച്ചാൽ ഒരുപാട് പ്രയോജനമുണ്ട്. അപ്പോ ബഹൂൻ ഗ്രന്ഥാൻ നൈവ അഭ്യസേത്. ഒരുപാട് ഗ്രന്ഥങ്ങളൊന്നും അഭ്യസിക്കേണ്ട കാര്യമൊന്നും ഇല്ല. അപ്പോൾ പലരും വിചാരിക്കുന്നത് ഇനി വയസ്സുകാലത്ത് ഞങ്ങൾ എങ്ങനെയാ ഇത്രയും ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ചെടുക്കുക എന്നാണെങ്കിൽ
സകല ഗ്രന്ഥങ്ങളുടെയും കൂടി സാരമായിട്ട് ആചാര്യ ഭഗവത്പാദർ പറഞ്ഞു തരുന്നുണ്ട്. അർദ്ധശ്ലോകേന പ്രവക്ഷ്യാമി യദുക്തം ഗ്രന്ഥകോടിഭിഃ ബ്രഹ്മസത്യം ജഗന്മിഥ്യ ജീവോ ബ്രഹ്മൈവ ന അപരഃ. അർദ്ധശ്ലോകേന, അരശ്ലോകം കൊണ്ട് പ്രവക്ഷ്യാമി, ഞാൻ പറയാം, യദുക്തം ഗ്രന്ഥകോടിഭിഃ, കോടിക്കണക്കിന് ശ്ലോകങ്ങൾ, ഗ്രന്ഥങ്ങൾ എന്നാൽ ശ്ലോകങ്ങളെന്നും അർത്ഥം. അപ്പൊ കോടിക്കണക്കിന് ഗ്രന്ഥങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ ശ്ലോകങ്ങളെ കൊണ്ടോ എന്ത് പറയപ്പെട്ടിട്ടുണ്ടോ അതിന്റെ സാരം ഞാൻ അരശ്ലോകം കൊണ്ട് പറയാം. എന്താണ് അരശ്ലോകം? ബ്രഹ്മസത്യം ജഗന്മിഥ്യ ജീവോ ബ്രഹ്മൈവ ന അപരഃ. ഇതാണ് ഗ്രഹിക്കേണ്ട വിഷയം. ഇത് ഗ്രഹിച്ചിട്ടില്ല, ബാക്കി നിങ്ങൾ എന്തൊക്കെ ബൈഹാർട്ട് പഠിച്ചു, എത്ര വലിയ പണ്ഡിതനാണെന്ന് അഭിമാനിക്കുന്നുവോ ഒക്കെ വേസ്റ്റ്. അതൊന്നും നിങ്ങളെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയില്ല. നഹി നഹി രക്ഷതി ലുകൃഞ്ഞ് കരണേ. ഈ സത്യം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് മരണഭയം ഇല്ലാതെ ആവുള്ളൂ. ജീവോ ബ്രഹ്മൈവ, അത്രേ വേണ്ടു. ഈ ജീവൻ ബ്രഹ്മം തന്നെയാണ്. ആ ബ്രഹ്മം സത്യം, നിത്യം, അവ്യയം. ബാക്കി കാണുന്ന നാമരൂപാത്മകമായ ജഗത്ത് വെറും കൽപ്പിതം, സത്യത്തിൽ ആരോപിക്കപ്പെട്ടത് മിഥ്യ. സത്യമില്ലാതാവുന്നില്ല, സത്യത്തെ തെറ്റിദ്ധരിച്ചതിനെയാണ് മിഥ്യ എന്ന് പറയുന്നത്, അസത്ത് എന്ന് പറയുന്നത്. അപ്പോ ബഹൂൻ ഗ്രന്ഥാൻ നൈവ അഭ്യസേത് ന വ്യാഖ്യാം ഉപയുഞ്ജീത. വ്യാഖ്യാം ന ഉപയുഞ്ജീത, വ്യാഖ്യാനങ്ങളെ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞാൽ ശാസ്ത്രങ്ങൾ, ഗ്രന്ഥങ്ങളൊക്കെ വ്യാഖ്യാനിക്കാൻ, ഗ്രന്ഥങ്ങൾ എഴുതാനായിക്കൊണ്ടോ ഒന്നും കാര്യമായിട്ട് മെനക്കെടേണ്ടതില്ല. ഒരു സന്യാസി അതിൽ നിന്നൊക്കെ റിട്ടയർ ചെയ്യണം എന്നർത്ഥം. സ്വയം അന്തർമുഖനാകണം. മറ്റത് വ്യാഖ്യാനം ചെയ്യാൻ പരിശ്രമിക്കും തോറും കൂടുതൽ ബഹിർമുഖത വന്നു ചേരും. ആ ബഹിർമുഖതയെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, അന്തർമുഖനാകാൻ വേണ്ടിയിട്ടാണ് വ്യാഖ്യാനങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ പുതിയ പുതിയ ഗ്രന്ഥങ്ങൾക്ക് വ്യാഖ്യാനം എഴുതാനൊന്നും മെനക്കെടേണ്ട കാര്യമില്ല. ന ആരംഭാൻ ആരഭേത് ക്വചിത്. ക്വചിത് ഒരിക്കലും, ആരംഭാൻ ന ആരഭേത്. ആരംഭാൻ എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ സംരംഭങ്ങൾ, നമ്മുടെ ഭാഷയിൽ പ്രോജക്ട്സ്, പുതിയ പ്രോജക്ട്സ് തുടങ്ങാതിരിക്കുക. അനാരംഭനായിരിക്കുക. പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവന്ന് ലോകം നന്നാക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്ഥാപിക്കാൻ വേണ്ടിയിട്ടോ ഓരോരോ പ്രോജക്റ്റുകളുമായിട്ട് ഒരു സന്യാസി ഇറങ്ങേണ്ട കാര്യമില്ല. തുടങ്ങി വെച്ച പ്രോജക്റ്റൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് വൈൻഡപ്പ് ചെയ്ത് അതിൽ നിന്നൊക്കെ തലയൂരുകയാണ് ഒരു സന്യാസി ചെയ്യേണ്ടത്. എന്തൊക്കെ പ്രോജക്റ്റുകൾ തുടങ്ങിയിട്ടുണ്ടോ അതൊക്കെയാണ് ആരംഭങ്ങൾ. അതിനെ തന്നെയാണ് പ്രാരബ്ധം എന്ന് പറയുന്നത്. ആരംഭങ്ങൾ, തുടങ്ങി വെച്ചത് പ്രാരബ്ധം. സോ പ്രാരബ്ധങ്ങളെ അവസാനിപ്പിക്കുകയാണ് വേണ്ടത്, അല്ലാതെ പുതിയ പുതിയ പ്രാരബ്ധങ്ങളെ ഉണ്ടാക്കുകയല്ല വേണ്ടത്. ഒരു വയസ്സുകാലത്ത് സന്യസിച്ച ശേഷം ആശ്രമങ്ങൾ സ്ഥാപിക്കാൻ, കെട്ടിടങ്ങൾ കെട്ടാൻ, അല്ലേ, ഓരോരോ യൂണിവേഴ്സിറ്റികൾ സ്ഥാപിക്കാൻ, മെഡിക്കൽ കോളേജുകൾ സ്ഥാപിക്കാൻ, മറ്റ് വിദ്യാലയങ്ങൾ സ്ഥാപിക്കാൻ, ക്ഷേത്രങ്ങൾ പണിയാൻ, ഇതൊന്നും ഒരു സന്യാസിയുടെ പണിയല്ല. ഇതൊന്നും സന്യാസിമാരുടെ പണിയല്ല. ഇതൊക്കെ മറ്റുള്ളവരെ വിട്ടുകൊടുക്കുക, നിങ്ങൾ ചെയ്തോളൂ. ഇതൊന്നും എൻ്റെ പ്രോജക്റ്റ് അല്ല. എൻ്റെ പ്രോജക്റ്റ് ഇനി അന്തർമുഖനാവുക, എല്ലാ വിക്ഷേപങ്ങളിൽ നിന്നും ഒഴിവായിക്കൊണ്ട് വിക്ഷേപരഹിതമായിട്ടുള്ള പരമശാന്തിയെ ഭജിക്കുക. മനസ്സിനെ അന്തർമുഖമാക്കി പുതിയ പുതിയ പ്രോജക്റ്റുകളിലേക്കൊന്നും, ഒരു പ്രോജക്റ്റ് തുടങ്ങുകയാണെങ്കിൽ അതിനെക്കുറിച്ച് എന്തെല്ലാം ആലോചിക്കണം, തുടങ്ങിക്കഴിയുമ്പോൾ അതിൻ്റെ പുറകെ എന്തെല്ലാം ഉപദ്രവങ്ങൾ വരും. ഏതൊരു കാര്യം ഇറങ്ങി പുറപ്പെട്ടാലും മനസ്സിന് വിക്ഷേപം ഉറപ്പാണ്. മനസ്സ് ബഹിർമുഖമായിക്കൊണ്ടിരിക്കും. അപ്പോൾ പല തടസ്സങ്ങൾ വരും. ആ തടസ്സങ്ങൾ നീക്കാനുള്ള പ്രയത്നം ഉണ്ടാവും. ആരൊക്കെയാണ് തനിക്ക് തടസ്സം നിൽക്കുന്നത് അവരെ തകർക്കാനുള്ളതായിട്ടുള്ള രജോഗുണം വർദ്ധിച്ചു വരും. നമ്മളോട് മത്സരിക്കാൻ പലരും ഉണ്ടാവും. ആ മത്സരിക്കുന്നവരോടൊക്കെ മത്സര ബുദ്ധി വളർന്നു വരും.
ഇങ്ങനെ രജോ ഗുണം വന്ന് മനസ്സ് അത്യന്തം വിക്ഷിപ്തമാകും. അപ്പോ സന്യാസി എന്ന് പറയുന്നവൻ അന്തർമുഖനാവി നിവൃത്തനാവുകയാണ് വേണ്ടത്. പുതിയ പ്രോജക്റ്റുകൾ തുടങ്ങി വെക്കുകയല്ല വേണ്ടത്. ഇതാണ് ഒരു സന്യാസിയുടെ ധർമ്മം. അപ്പൊ ഇതില് മുമ്പ് ഇന്നലെ പറഞ്ഞു വിവിധിഷാ സന്യാസി, വിദ്വൽ സന്യാസി. ആ വിദ്വൽ സന്യാസിയാണ് എല്ലാറ്റിൽ നിന്നും പൂർണ്ണമായിട്ട് വിരമിക്കേണ്ടത്. വിവിധിഷാ സന്യാസി ഒരു സാധകനാണ്. ആ സാധകാവസ്ഥയിൽ തനിക്ക് അനുകൂലമായിരിക്കുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക, തന്റെ സാധനയെ സഹായിക്കുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക. ഓൾറെഡി തനിക്ക് കുറെ രജോ ഗുണം ഉണ്ടെങ്കിൽ കുറച്ച് കർമ്മയോഗം സേവനങ്ങളുടെ രൂപത്തിൽ ചെയ്ത് അതിൽ നിന്നും പതുക്കെ ആ രജോ ഗുണത്തെ ക്ഷയിപ്പിച്ച് വിശ്രമിക്കണം, പിന്തിരിയണം. കുറെ കാലം സേവനങ്ങൾ ചെയ്തു കഴിയുമ്പോൾ അതിൽ മടുപ്പ് വരും. അങ്ങനെ വരണം, അതാണ് നിർവേദം. അല്ലാതെ എല്ലാ കാലത്തേക്കും ഈ വർഷം ഇത്ര ഞാൻ സേവനം ചെയ്തു, അടുത്ത വർഷം അതിൽ കൂടുതൽ പൂർവാധികം ഭംഗിയായി, മുൻ വർഷങ്ങളെക്കാൾ ഗംഭീരമായി എന്നല്ല ഒരു സന്യാസി ചിന്തിക്കേണ്ടത്. പൂർവ്വവർഷത്തിൽ ചെയ്തതിനേക്കാൾ അടുത്ത വർഷം കുറയ്ക്കാം, ഇനി അടുത്ത വർഷം അതിലും കുറയ്ക്കാം. നമ്മളെ ആശ്രയിക്കുന്ന എന്താ പറയുക, സംസാരികൾ, ദുഃഖികളായിരിക്കുന്ന ആളുകൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ പുറകെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ആരും വരാതിരിക്കട്ടെ. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖമാപ്നുയാത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പതുക്കെ താനിപ്പോ വലിയ സർവീസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് വിരമിക്കേണ്ടതാണ്. തന്റെ തലയിലല്ല ഈ ലോകം ഇരിക്കുന്നത്. ഈ ലോകത്തിൽ എല്ലാ കാലത്തും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഈ ലോകം നായിന്റെ വാല് വളഞ്ഞിരിക്കുന്നത് പോലെ തന്നെയാണ്. എത്ര കാലം കുഴലിലിട്ടാലും നായിന്റെ വാലെന്ന് വരാത്തതുപോലെ ഈ ലോകത്തിലുള്ള സകല പ്രശ്നങ്ങളും തുടർന്നുകൊണ്ടേയിരിക്കും. അതിന് പരിഹാരം നീയല്ല കണ്ടെത്തേണ്ടത്, നീ നിന്റെ കാര്യം നോക്ക് എന്ന് സ്വയം ബോധ്യപ്പെടണം. ആ ബോധ്യപ്പെടുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ബഹിർമുഖത പോകും, രജോ ഗുണം പോകും, വിക്ഷേപം പോകും, ഒരു പ്രശ്നവും ഇല്ലാതെയാവും. ഈ ലോകം എന്തു തന്നെയാണെങ്കിലും അതെന്നെ ബാധിക്കുന്നില്ല. ആരൊക്കെ കിടന്ന് എന്തെല്ലാം തലകുത്തി മറിഞ്ഞാലും അതെന്റെ ബാധ്യതയല്ല. ഈ ലോകം ഈശ്വര സൃഷ്ടിയാണ്. ഈശ്വരൻ അറിയാം ആരെന്ത് ചെയ്യണം എന്നുള്ളത്. അത് ആ ഒരു അവസ്ഥയിലേക്ക് പൂർണ്ണ ബോധ്യം വന്നു കഴിഞ്ഞാൽ അവന് എല്ലാ കർമ്മങ്ങളിൽ നിന്നും, എല്ലാ ലോക സേവനങ്ങളിൽ നിന്നും, എല്ലാറ്റിൽ നിന്നും പിന്തിരിയാം. അതാണ് ഒരു സന്യാസിയുടെ യഥാർത്ഥ ധർമ്മം. അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ മനസ്സിരുത്തേണ്ടത്. തൽക്കാലം നമ്മളെ രജോ ഗുണം കൊണ്ട് ഓരോ എടുത്തുചാട്ടങ്ങൾ, ആരംഭങ്ങൾ ഒക്കെ തുടങ്ങി വെച്ചാലും ഇത് നിർത്തുകയാണ് വേണ്ടത് എന്നുള്ള ബോധ്യം ഉണ്ടായാൽ മതി. പതുക്കെ പുതിയ പ്രാരബ്ധങ്ങൾ തുടങ്ങാതെ ആയിക്കോളും. ന ശിഷ്യാനുബധ്നീത ന ഗ്രന്ഥാൻ നൈവാഭ്യസേത് ബഹൂൻ ന വ്യാഖ്യാമുപയുഞ്ജീത നാരംഭാനാരഭേത് ക്വചിത് ന യതേരാശ്രമഃ പ്രായോ ധർമ്മഹേതുർമഹാത്മനഃ ശാന്തസ്യ സമചിത്തസ്യ വിപ്രിയാത് ഉതവാത്യജേത് ന യതേരാശ്രമഃ പ്രായോ ധർമ്മഹേതുർമഹാത്മനഃ ശാന്തസ്യ സമചിത്തസ്യ വിപ്രിയാത് ഉതവാത്യജേത്. യതേഹേ ആശ്രമഃ, ഒരു യതിയുടെ, സന്യാസിയുടെ ആശ്രമം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഈ ഒരവസ്ഥ, സന്യാസാശ്രമം. എങ്ങനെയുള്ള യതി? സമചിത്തസ്യ ശാന്തസ്യ മഹാത്മനഃ യതേഹേ, സമചിത്തനായിരിക്കുന്ന, മനസ്സിൽ വിക്ഷേപങ്ങളില്ലാതെ ശാന്തമായിരിക്കുന്ന ഭാവം, സമചിത്ത, എല്ലാറ്റിലും സമത്തെ ദർശിക്കുന്ന ഭാവം. ശാന്തസ്യ, കാമക്രോധ രാഗാദികളൊന്നും ഇല്ലാതെ ഇരിക്കുന്ന, മഹാത്മനഃ, വളരെ പരിശുദ്ധമായിരിക്കുന്ന, വിശാല ഹൃദയനായിരിക്കുന്ന യതേഹേ, ആ യതിയുടെ ആ ഒരു ആശ്രമം. പ്രായഃ ന ധർമ്മഹേതു, പ്രായഃ പ്രായേണ ന ധർമ്മഹേതു, ധർമ്മഹേതുവല്ല, ധർമ്മകാരണമല്ല, ധർമ്മം നിർവഹിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല ഒരു സന്യാസിയുടെ ആശ്രമം.
അപ്പൊ സന്യാസിക്ക് ധർമ്മങ്ങൾ ഇല്ല. ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? അവനവന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ്, സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള പ്രയത്നമാണ്. അവനവന്റെ ഓരോ ഡ്യൂട്ടീസ് ചെയ്യുന്നത് എന്തിനു വേണ്ടി? അവനവന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടി. താൻ ഇന്നത് ചെയ്താലേ തനിക്ക് ഇന്ന നിലനിൽപ്പുള്ളൂ, തന്നെ സമൂഹം അംഗീകരിക്കുകയുള്ളൂ, ബഹുമാനിക്കുകയുള്ളൂ, അല്ലെങ്കിൽ തനിക്ക് ഉപജീവനം കിട്ടുകയുള്ളൂ. ഇങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ളതായിട്ട് തന്റെ നിലനിൽപ്പിനെ കുറിച്ച്, തന്റെ സെക്യൂരിറ്റിയെ കുറിച്ച് ശങ്ക ഉള്ളവർക്കാണ് എന്ത്? ധർമ്മമുള്ളത്. ഞാനിത് ചെയ്തില്ലെങ്കിൽ പിന്നെ ആര് ചെയ്യും? എങ്ങനെ ഞാൻ നിലനിൽക്കും? എന്റെ സുരക്ഷിതത്വം ആപത്തിലാവില്ലേ എന്നൊക്കെ ശങ്കയുള്ളവർക്ക് ധർമ്മമാവാം. അതിനെക്കുറിച്ച് ഒരു ശങ്കയും ഇല്ലാത്തവർക്ക് ഒരു ധർമ്മവുമില്ല. ഈ ശരീരം ഇത് പ്രാരബ്ധവശാൽ വന്നു ചേർന്നതാണ്. ഇതുകൊണ്ട് ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ നേടേണ്ടത് നേടിയിരിക്കുന്നു. ആത്മജ്ഞാനമാണ് ഇതുകൊണ്ട് ആത്യന്തികമായി നേടേണ്ടത്. അത് നേടിക്കഴിഞ്ഞാൽ പിന്നെ ഈ വാഹനം കൊണ്ട് ആവശ്യമില്ല. ലക്ഷ്യത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പിന്നെയും യാത്ര തുടരേണ്ടതില്ല. അതുകൊണ്ട് അവന് കർത്തവ്യം ഇല്ല, അവന് ധർമ്മം ഇല്ല. അതുകൊണ്ട് ഒരു ജ്ഞാനിയായ സന്യാസിക്ക് പിന്നൊരു കർത്തവ്യവും ശേഷിക്കുന്നില്ല. ഒരു വിവിധിഷാ സന്യാസിക്കാണെങ്കിൽ അദ്ദേഹത്തിന് ആ ജ്ഞാനം നേടുന്നത് വരെ അദ്ദേഹത്തിന്റെ പ്രയത്നങ്ങൾ ആ വിദ്വത്വം പ്രാപിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രവണ മനന നിധിധ്യാസനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കണം. ആ ശ്രവണ മനന നിധിധ്യാസനങ്ങൾക്ക് സഹായിക്കുന്ന ഏതൊക്കെ സാഹചര്യങ്ങളുണ്ടോ അതിനെയൊക്കെ ആശ്രയിക്കാവുന്നതാണ്. നേടേണ്ടത് നേടിക്കഴിഞ്ഞാൽ പിന്നെ യാതൊരു ധർമ്മവും ശേഷിക്കുന്നില്ല. അപ്പൊ അതാണ് ഇവിടെ യഥേഹേ ആശ്രമ പ്രായ ന ധർമ്മഹേതു. ധർമ്മമില്ല അവന്. ഒരു സന്യാസിക്ക് ധർമ്മം ചെയ്യാനായിട്ടൊന്നും ഇല്ല. ബിബ്രിയാദ് ഉതവാ ത്യജേത്. അവര് ബിബ്രിയാദ് എന്ന് പറഞ്ഞാൽ ശരീരത്തെ ധരിക്കാം, അല്ലെങ്കിൽ ശരീരത്തിലുള്ള പല കാര്യങ്ങളെയും ധരിക്കാം, ഉപേക്ഷിക്കാം. ധർമ്മം മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ വേണമെങ്കിൽ ചെയ്യാം, ചെയ്യാതിരിക്കാം. വസ്ത്രം ധരിക്കാം, ധരിക്കാതിരിക്കാം. കമണ്ഡലു മുതലായ ദണ്ഡം, കമണ്ഡലു മുതലായ ചിഹ്നങ്ങൾ ധരിക്കാം, ധരിക്കാതിരിക്കാം. വേഷം കെട്ടാം, കെട്ടാതിരിക്കാം. അതൊക്കെ കർത്തും ശക്യം അകർത്തും ശക്യം അന്യതാവ കർത്തും ശക്യം. ഈശ്വരനെ പോലെയാണ്. ഈശ്വരന് ഒരു കർത്തവ്യവും ഇല്ല. ഭഗവാൻ പറയുന്നില്ലേ, നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തം അവാപ്തവ്യം വർദ്ധയേവച കർമ്മണി. 3 ലോകത്തിലും എനിക്കൊരു കർത്തവ്യവുമില്ല, ഒരു കർമ്മവുമില്ല. എനിക്ക് പ്രാപിക്കേണ്ടതായിട്ടോ പ്രാപിക്കാത്തതായിട്ടോ ഒന്നുമില്ല. പക്ഷെ എന്നിട്ടും ഞാൻ ലോകസംഗ്രഹത്തിനായിക്കൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇതുപോലെ സമൂഹത്തിന്റെ നടുവിൽ ജീവിക്കുന്ന ഒരു സന്യാസിക്ക് ലോകസംഗ്രഹത്തിനായി കൊണ്ട് പ്രവർത്തിക്കാം. അതല്ലെങ്കിൽ ഒരു അവധൂതനെ പോലെ യാതൊരു ഉത്തരവാദിത്വവുമില്ലാതെ കാറ്റത്തെ അപ്പൂപ്പൻ താടിയെ പോലെ സഞ്ചരിക്കാം. അതാണ് ഇനി അടുത്ത് പറയാൻ പോകുന്നത്, അടുത്ത ശ്ലോകത്തിൽ പറയാൻ പോകുന്നത്. അവ്യക്തലിംഗോ വ്യക്താർത്ഥോ മനീഷി ഉന്മത്തബാലവത് കവിഹി മൂകവദാത്മാനം സദൃഷ്ട്യാ ദർശയേന്ദ്രിണാം. അവ്യക്തലിംഗോ വ്യക്താർത്ഥോ മനീഷി ഉന്മത്തബാലവത് കവിർ മൂകവദാത്മാനം സദൃഷ്ട്യാ ദർശയേന്ദ്രിണാം. അവ്യക്തലിംഗ, ലിംഗം എന്നാൽ ലക്ഷണങ്ങൾ, അടയാളങ്ങൾ. താനൊരു സന്യാസിയാണെന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കാനുള്ള അടയാളങ്ങൾ ധരിച്ച് നടക്കുന്നവൻ വ്യക്തലിംഗൻ. അതില്ലാത്തവൻ അവ്യക്തലിംഗൻ. കമണ്ഡലവുമില്ല, ദണ്ടില്ല, കാഷായ വസ്ത്രമില്ല, അല്ലെങ്കിൽ ജടയില്ല, മൊട്ടയടിച്ചിട്ടില്ല, ഭസ്മം പൂശിയിട്ടില്ല. ഒരു തരത്തിലുള്ള അടയാളവും ഒരു പിടിയും കൊടുക്കുന്നില്ല സമൂഹത്തിന്. ഇയാൾ ആരാണെന്ന് സമൂഹത്തിന് കണ്ടാൽ ഒരു പിടിയും കിട്ടില്ല.
അങ്ങനെ അവ്യക്തലിംഗ, അസ്പഷ്ടമായ ലക്ഷണത്തോട്. നമ്മുടെ ശുഖബ്രഹ്മർഷി അങ്ങനെയാണല്ലോ വന്നു ചേർന്നത്. ഋഷഭദേവന്റെ കഥയൊക്കെ നമ്മൾ പഠിച്ചുല്ലോ. ജഡഭരതൻ അങ്ങനെയായിരുന്നല്ലോ സഞ്ചരിച്ചിരുന്നത്. അതുപോലെ അവ്യക്തലിംഗ, വ്യക്താർത്ഥ, വ്യക്തമായ അർത്ഥത്തോടു കൂടിയവൻ. ഇവിടെ അർത്ഥം എന്നാൽ പുരുഷാർത്ഥം. പുരുഷാർത്ഥം എന്ന് പറഞ്ഞാൽ പരമപുരുഷാർത്ഥം മോക്ഷം. ആ മോക്ഷം പ്രാപിച്ചവൻ എന്ന് സ്വയം വ്യഞ്ജിപ്പിച്ചുകൊണ്ട്, എന്നുവെച്ചാൽ പൂർണ്ണ സ്വാതന്ത്ര്യത്തെ പ്രകടിപ്പിച്ചുകൊണ്ട്. കാരണം ഈ ലിംഗങ്ങളൊക്കെ ഒരുതരം ബൈൻഡിങ് ആണ്. സമൂഹത്തോടുള്ള തന്റെ വിധേയത്വത്തെ സൂചിപ്പിക്കുന്നതാണ് ഈ അടയാളങ്ങളൊക്കെ. താൻ ഈ സമൂഹത്തെ ബഹുമാനിക്കുന്നു. എന്തുകൊണ്ട്? ഒത്തിരി ഭയമുണ്ട് സമൂഹത്തെ. സമൂഹം എന്നെയും തിരിച്ചും ബഹുമാനിച്ച് എൻ്റെ ആവശ്യങ്ങളൊക്കെ സമൂഹം നിറവേറ്റി തരേണ്ടതുണ്ട്. അപ്പം ഞാൻ അങ്ങോട്ട് ബഹുമാനിച്ചാലേ സമൂഹം എന്നെ ഇങ്ങോട്ട് ബഹുമാനിക്കുള്ളൂ. അപ്പം അവിടെ എന്തില്ല? പൂർണ്ണ സ്വതന്ത്രനല്ല, എന്തോ ഒരു ബൈൻഡിങ് ഉള്ളില് കിടപ്പുണ്ട്. എന്നാൽ പൂർണ്ണ സ്വതന്ത്രനായിട്ടുള്ള ഒരാള് ഈ സമൂഹത്തെ ഒന്നും ഒരു തരത്തിലും പേടിക്കേണ്ട കാര്യമില്ല, ബഹുമാനിക്കേണ്ട കാര്യമില്ല. എല്ലാറ്റിലും തന്നെ തന്നെ കാണുകയാണ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ തലയെ ബഹുമാനിക്കുന്നു, ഞാൻ എൻ്റെ കയ്യിനെ ബഹുമാനിക്കുന്നു, ഞാൻ എൻ്റെ കാലിനെ ബഹുമാനിക്കുന്നു എന്ന് ആരെങ്കിലും പറയാറുണ്ടോ? ബഹുമാനിക്കേണ്ട കാര്യമുണ്ടോ? എൻ്റെ തലയും കയ്യും കാലും ഒക്കെ എനിക്ക് സമം. എന്നെ ആശ്രയിച്ചിട്ടാണ് അതൊക്കെ എന്നെ ചുറ്റിപ്പറ്റി തൂങ്ങിക്കിടക്കുന്നത്. ഞാനുള്ളത് കൊണ്ടാണ് എൻ്റെ കയ്യും തലയും കാലും ഒക്കെ ചേർന്നിരിക്കുന്നത്. അതിന് ശക്തി കൊടുക്കുന്നത് ഞാനാണ്. അതുപോലെ ഈ സമൂഹവും ആത്മാവാകുന്ന എൻ്റെ അവയവങ്ങൾ മാത്രമാണ്. ഞാൻ അവയെ ആശ്രയിക്കുന്നില്ല, അവയെല്ലാം എന്നെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ഇതാണ് ഒരു മുക്തനായിട്ടുള്ള ഒരു മഹാപുരുഷന്റെ അവസ്ഥ. അദ്ദേഹത്തിന് സമൂഹത്തോട് ഒരു തരത്തിലുള്ള ഒബ്ലിഗേഷൻ ഇല്ല, ഡിപ്പെൻഡൻസി ഇല്ല, ഒന്നും ബോധ്യപ്പെടുത്താനില്ല, എന്തെങ്കിലും ബോധ്യപ്പെടുത്താൻ ഇല്ല. അതുകൊണ്ട് വ്യക്താർത്ഥ, വ്യക്തമായ പുരുഷാർത്ഥത്തോടു കൂടിയവൻ, മുക്തൻ എന്നുള്ള അയാളുടെ ആ നിസ്സംഗതയും വൈരാഗ്യവും കണ്ടുകഴിഞ്ഞാൽ അറിയാം ആള് മഹാജ്ഞാനിയാണെന്ന്. അതാണ്. എന്താണ് സന്യാസത്തിന്റെ ലക്ഷണം എന്ന് ചോദിച്ചാൽ ജ്ഞാനം സന്യാസ ലക്ഷണം. എന്താണ് ജ്ഞാനത്തിന്റെ ലക്ഷണം? വൈരാഗ്യം. ജ്ഞാനം എങ്ങനെയാ പ്രകടമാവുക? വൈരാഗ്യമാണ്. ആരോടും ഒരു തരത്തിലുള്ള ഡിപ്പെൻഡൻസിയും ഇല്ലായ്മയാണ് വൈരാഗ്യം. ആ വൈരാഗ്യം ഉണ്ടാകുന്നത് ജ്ഞാനത്തിൽ നിന്നാണ്. അതാണ് സന്യാസത്തിന്റെ ലക്ഷണം. അപ്പോ വ്യക്താർത്ഥ, മനീഷി. മനീഷി മനസ്സിനെ ഈശിക്കുന്നവൻ, മനസ്സിനെ നിയന്ത്രിക്കുന്നവൻ ആണ് മനീഷി. നല്ല വിവേകമുള്ളവൻ, ധീരൻ എന്നൊക്കെ പറയുന്നത് തന്നെയാണ് മനീഷി. കവിഹി എന്ന് പറഞ്ഞാൽ നല്ല ദീർഘദർശി, കാര്യങ്ങളെക്കുറിച്ചെല്ലാം സൂക്ഷ്മമായ അറിവുള്ള ആളാണ് കവി. പണ്ഡിതനാണ്, വാഗ്മിയാണ്, എല്ലാമാണ്. എന്നിട്ടും സഹ നൃണാം ദൃഷ്ട്യാ ഉന്മത്ത ബാലവത് മൂക്കവത് ആത്മാനം ദർശയേത്. ഈ പറഞ്ഞ കഴിവുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും സഹ, അങ്ങനെയുള്ള ഒരാള് നൃണാം, നരന്മാർക്ക്, മനുഷ്യർക്ക്, കാണുന്നവർക്ക് ദൃഷ്ട്യാ, അവരുടെ ദൃഷ്ടി കൊണ്ട്, അവരുടെ ദൃഷ്ടിക്ക് കാണുന്നവർക്ക് ഉന്മത്ത ബാലവത് മൂകവത്, ഒരു ഉന്മത്തനെ പോലെയോ ഒരു ബാലനെ പോലെയോ ഒരു മൂകനെ പോലെയോ ആത്മാനം ദർശയേത്, തന്നെ തന്നെ ദർശിപ്പിക്കണം, പ്രകടിപ്പിക്കണം. അപ്പൊ താൻ എന്തോ വലിയ സംഭവമാണ് എന്നല്ല ദർശിപ്പിക്കേണ്ടത്. ഞാൻ കേമനാണ്, നിങ്ങളൊക്കെ വന്ന് എന്നെ നമസ്കരിക്കും, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാം എന്ന് പറഞ്ഞിട്ടല്ല ഒരു ജ്ഞാനി നിൽക്കേണ്ടത്. താനൊരു ഉന്മത്തനെ പോലെയോ ഒരു ബാലനെ പോലെയോ ഒരു മൂഢനെ പോലെയോ മൂകനെ പോലെയോ അവനവനെ ആത്മാനം ദർശയേത്. ഉന്മത്തൻ എന്ന് പറഞ്ഞാൽ ഭ്രാന്തൻ, ഉന്മാദം പിടിച്ചവൻ, മനസ്സിന് സ്ഥിരതയില്ലാത്തവൻ.
പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നു. തെക്കോട്ടും വടക്കോട്ടും ഒക്കെ ഇങ്ങനെ മാറി മാറി നടക്കുന്നു. കുറച്ച് ദൂരം കിഴക്കോട്ട് നടക്കുന്നത് കാണാം, ഉടനെ വളരെ വേഗത്തിൽ ബ്രേക്ക് ഇട്ട് തിരിച്ച് നടക്കുന്നത് കാണാം. തിരിച്ച് കുറേ ദൂരം വന്നതിന് ശേഷം അതിനേക്കാൾ വേഗത്തിൽ തിരിച്ച് നടക്കുന്നത് കാണാം. ഭ്രാന്തന്മാരുടെ ചില ലക്ഷണങ്ങളാണ്. അപ്പൊ ഇതുപോലെ തനിക്കൊന്നും ചെയ്യാനില്ലെങ്കിലും ഇതുപോലെയൊക്കെ ചിലതൊക്കെ ചെയ്യും ചില മഹാത്മാക്കൾ. ഒരു പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ വെറുതെ ചെയ്തുകൊണ്ടിരിക്കും. സമുദ്രത്തിന്റെ തീരത്ത് ചെന്നിരുന്ന് മണലുവാരി കളിക്കും, അല്ലെങ്കിൽ തിരമാലകളുടെ എണ്ണം എടുത്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ കല്ലെടുത്ത് സമുദ്രത്തിലേക്ക് എറിഞ്ഞുകൊണ്ടിരിക്കും. മാറാണത്ത് ഭ്രാന്തൻ വലിയ പാറക്കല്ലുകൾ ഉരുട്ടി ആ രായിരത്ത് മലയുടെ നെറുകയിലേക്ക് ഉച്ചവരെ കഷ്ടപ്പെട്ട് കയറ്റും. ഉച്ചയാകുമ്പോൾ അവിടെ മുകളിലേക്ക് എത്തുമ്പോൾ കൈവിടും, അത് താഴേക്ക് പതിക്കും, കൈകൊട്ടിച്ചിരിക്കും. അതുകൊണ്ട് അദ്ദേഹത്തെ ഭ്രാന്തൻ എന്ന് വിളിച്ചു അല്ലേ. വാസ്തവത്തില് സമൂഹത്തിനാണ് ഭ്രാന്ത്. അദ്ദേഹം മുക്തനായിരുന്നു, പക്ഷെ അദ്ദേഹം സ്വയം ഭ്രാന്തനെ പോലെ അഭിനയിച്ചു. അതാണ് ഉന്മത്തവത് ബാലവത്. ഒരു കുട്ടിയെ പോലെ നിഷ്കളങ്കനായി കുട്ടികൾ ചെയ്യുന്ന ചാപല്യങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ കാണിക്കാം. അതുപോലെ മൂകവത്, സംസാരിക്കാൻ കഴിവില്ലാത്ത ഊമയെ പോലെ. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാലും പണ്ഡിതനാണെങ്കിലും എല്ലാറ്റിനും മറുപടി അറിയാമെങ്കിലും പറയാതിരിക്കാം. അങ്ങനെ പറയാതിരിക്കുമ്പോഴും ഉള്ളിൽ വിക്ഷേപമില്ലാതിരിക്കണം. മറ്റത് അങ്ങനെയല്ല. നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും എവിടെയെങ്കിലും പറയുമ്പോൾ നമ്മളോട് ചോദിച്ചിട്ട് പോലും ഉണ്ടാവില്ല, പക്ഷെ നമ്മൾക്ക് അതിനുള്ള ഉത്തരം പറയാനുള്ള ആങ്സൈറ്റിയാണ്. നമ്മളോടല്ല ആളുകൾ സംസാരിക്കുന്നു, അവർ തമ്മിൽ എവിടെയോ സംസാരിക്കുന്നു, അവർ തമ്മിൽ തർക്കിക്കുന്നു. അതിൻ്റെ ഇടയിൽ പോയി നമ്മൾ തലയിട്ടിട്ട് നിങ്ങൾ പറയുന്നത് തെറ്റാണ്, ഇതാണ് ശരി എന്ന് പറഞ്ഞ് ചില കാര്യങ്ങൾ, നമ്മൾക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ അവതരിപ്പിക്കുന്നു. കാരണം നമുക്ക് ഇരിക്കപ്പൊറുതിയില്ല, നമ്മുടെ ഉള്ളിൽ വിക്ഷേപമാണ്. ഇത് നമ്മളോട് ചോദിച്ചാൽ പോലും ഒന്നും അറിയാത്തവനെ പോലെ ഇരിക്കണമെങ്കിൽ എത്ര ഉള്ളിൽ ശാന്തി ഉണ്ടാവണം, വിക്ഷേപരഹിതനായിരിക്കാൻ കഴിയണം, രജോഗുണ ലേശം പോലും ഇല്ലാതിരിക്കണം, അഭിമാന ലേശം പോലും ഇല്ലാതിരിക്കണം. തനിക്ക് ദേഹാഭിമാനമോ തൻ്റെ പാണ്ഡിത്യത്തിൽ അഭിമാനമോ ഒന്നും ഇല്ലാതിരുന്നാൽ മാത്രമേ മറ്റൊരാൾ തന്നോട് സംസാരിക്കുമ്പോൾ ചോദ്യം ചെയ്യുമ്പോൾ അതിനൊന്നും മറുപടി കൊടുക്കാതെ ശാന്തനായി എന്നോടല്ല എന്ന മട്ടിലിരിക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ എനിക്കൊന്നും അറിയില്ല എന്ന മട്ടിലിരിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതാണ് അങ്ങനെ തൻ്റെ പ്രഭാവത്തെ അല്ലെങ്കിൽ തൻ്റെ മാഹാത്മ്യത്തെ പ്രകടിപ്പിക്കാതെ, തൻ്റെ അഭിമാനത്തെ പ്രകടിപ്പിക്കാതെ, തൻ്റെ അഹങ്കാരത്തെ വളർത്താതെ, ദേഹാഭിമാനം ലോകാഭിമാനം ഇതൊന്നും വീണ്ടും വർദ്ധിപ്പിച്ചു കൊണ്ടുവരാതെ, അതൊക്കെ വിക്ഷേപ കാരണമാണെന്നറിഞ്ഞ് അതിൽ നിന്നെല്ലാം ഉൾവലിയുന്ന ആ ഒരു സ്വഭാവമായിരിക്കണം ഒരു യതിയുടെ നിവൃത്തി സ്വഭാവം എന്ന് ഇവിടെ പറയണ. അവ്യക്തലിംഗ വ്യക്താർത്ഥ മനീഷി ഉന്മത്ത ബാലവത് കവിർ മൂകവനാത്മാനം സദൃഷ്ട്യാ ദർശയേന്ദ്രണാം. ഇനി ഈ കാര്യത്തിന് എങ്ങനെയാണ് ഒരു അവധൂതൻ, ഒരു സന്യാസി ലോകത്തിൽ സഞ്ചരിക്കുന്നത് എന്നുള്ളതിന് ഒരു ഉദാഹരണമായിട്ട്, ദൃഷ്ടാന്തമായിട്ട് ഒരു പഴയ കഥ, ഇതിഹാസം, പുരാതനം ഇതിഹാസം ഉദാഹരിക്കുന്നു. ആര്? നാരദ മഹർഷി. ആരോട്? യുധിഷ്ഠിരനോട്. ഏത് ചരിതമാണ്? പ്രഹ്ലാദനും അവധൂതനുമായിട്ടുണ്ടായ ഒരു സമാഗമം, ഒരു സംവാദം. അതിനെ ഉദാഹരിക്കുകയാണ്. നമുക്ക് നാളെ കാണാം. നാളെ അതിലേക്ക് പ്രവേശിക്കാം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ.
നാളെ കാണാം. എല്ലാവർക്കും ശുഭരാത്രി.